കയ്യും കാലം തല്ലി ഓടിച്ചിട്ടോ വേണ്ടത്. ആ ദേവുച്ചെറിയമ്മയുടെ മുഖം ഓർക്കുമ്പോ ഒന്നിനും തോന്നണില്ല. ആളുകളുടെ മുമ്പിൽ വെച്ച് എന്റെ കുട്ടിയെ അപമാനിച്ച് അവന്റെ തലയിൽ ഇടുത്തി വീഴും. കുലത്തിൽ പിറന്നത് കുരങ്ങായി പോയെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അത് തന്നെയാ നമുക്ക് സംഭവിച്ചത്. മോളതങ്ങോട്ട് മറക്കുക. 5 പവൻ്റേത് പോയാ 500 പവൻ ഉണ്ടാക്കി തരില്ലേ ഞാൻ എന്റെ നട്ടപ്പാതിരിക്ക് പവനൊരുക്കണ കാര്യം പറയണ ബാലമാമ. എന്റെ മറ്റേ മരുവന്റെ വീരശൂര പരാക്രമങ്ങളെ പറ്റി പറയായിരുന്നു. അറിഞ്ഞു, ഭാമ പറഞ്ഞു. അവനൊരു പാവാ ബാലമാമ. ആ, നീയാ അവനെ ഇങ്ങനെ വഷളാക്കുന്നത്. പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ജാമ്യത്തിലെടുക്കാനും കണ്ടവന്റെ തല്ലുകൊണ്ട് എല്ലൊടിഞ്ഞ് ആശുപത്രി കിടക്കുമ്പോൾ കൂട്ടിക്കിടക്കാനും ഒക്കെ നീയല്ലേ മുമ്പതിലുണ്ടാവാറ്? ഞാനും കൂടെ ഉപേക്ഷിച്ച പിന്നെ അവൻ ആരാ ഉള്ളത്? വേണ്ട കാലത്ത് അവന് നേർവഴി പറഞ്ഞു കൊടുക്കാൻ ആരും ഇല്ലാണ്ടായപ്പോ എന്റെ ദോഷ. മാറ്റിയെടുക്കും ഞാൻ അവനെ. ബാലമാമൻ നോക്കിക്കോ. മതിച്ച ആനെ പോലെ ഉണ്ടല്ലോ കോലം. ഇന്നലെ രാത്രിയിൽ എവിടായിരുന്നു നീയെ? പാതാളത്തില്. എന്താ കുഴപ്പമുണ്ടോ? വണ്ടിയിലോട്ട് കയറ. ഇങ്ങോട്ട് കയറാനാ പറഞ്ഞേ. കൊല്ലാൻ കൊണ്ടുപോകണോ? കണ്ടവന്റെ കൈ കൊണ്ട് മരിക്കണേലും ഭേദം ഈ കൈ കൊണ്ട് അങ്ങോട്ട് ഒടുങ്ങണതാ. കേറാ, താൻ തോന്നി കേറാ. ഇറങ്ങ. ഇറങ്ങടോ വാനര. നിന്നെ തല്ലാനും കൊല്ലാനും കൊണ്ടുവന്നതല്ല ഏട്ടൻ. ഷാരടി മാഷോ, ഇങ്ങോട്ട് കേറി വാ. വാ. കുടിക്കാൻ എന്താ എടുക്കേണ്ടത്? നല്ല ചായ തന്നെ ആയിക്കോട്ടെ. ഫസീല, ഫസീല, 2 ചായ എടുത്തോ. ഇതാ ഞാൻ പറഞ്ഞ കക്ഷി, മധുരയെ വീണ്ടെടുത്ത സുന്ദര പാണ്ഡ്യൻ. ഇത്തിരി കുറുമ്പുണ്ട് കയ്യില്, ഇത്തിരി പൊട്ടത്തരം. മാറ്റിയെടുക്കണം ഗഫൂറെ നമുക്കത്. എന്തേ കൂടെ നിക്കില്ലേ നീ? പിന്നെന്താ മാഷേ, മാഷ് പറഞ്ഞൊരു കാര്യം തട്ടിക്കളയോ ഞാൻ? ചായ വേണ്ട. നീ എന്താ ചായ കഴിക്കില്ലേ? കാലത്ത് 2 വിട്ടിട്ടുണ്ട് സ്മോളെ. ഒരു വിസയും വിമാന ടിക്കറ്റും എന്ത് ചെലവ് വന്നാലും ഞാൻ വഹിച്ചോളാം. എത്രയും പെട്ടെന്ന് ഇവനെ കടല് കടത്തി വിടണം. നിങ്ങൾ പറഞ്ഞ് നമുക്ക് തട്ടാൻ പറ്റൂല. ഏറ്റുമാഷ ഞാൻ. വൈകരുത്. വൈകിയാൽ ഇവൻ ഏതെങ്കിലും ജയിലിലായി പോവും. എന്താ വിശ്വാ, പോയിക്കളയാലേ? എന്നെ വെറുതെ വിട്ടേക്കും ഗപ്പൂപ്പായി. ഞാൻ എത്തിപ്പെട്ട ആ നാടും കൂടെ വിടക്കാവും. ഇതാണ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. കൊള്ളാം, എനിക്കിഷ്ടായി. ഒക്കെ ശരിയാവും ഷാരടി മാഷേ. വിസയും ടിക്കറ്റൊക്കെ ഞാൻ ശരിയാക്കിക്കോളാം. ലക്ഷ്മുട്ടി, എന്റെ വിളച്ചിൽ എന്റെ അടുത്ത് വേണ്ട കേട്ടോ. മര്യാദക്ക് ജോലി ചെയ്തില്ലേ വൈകിട്ട് കൂലി ഒരണ തരില്ല ഞാൻ. ബാലേട്ടാ, രുക്മാവതി അടുത്ത് വന്നേക്കണോ വീട്ടില്? നെഞ്ചത്തടി നിലവിളി ഒക്കെ ആയിട്ട്. എന്താ കാര്യം? എന്താ കാര്യമെന്ന്? എന്താ എടുത്തി? എന്താ 2 ദിവസമായി ബാലരാമ എന്റെ കുട്ടി പോയിട്ട്. ഭരതനെ എങ്ങോട്ടാണെന്ന് ഒരു വിവരമില്ല. വീട്ടിലിരുന്നിട്ട് എനിക്കൊരു സമാധാനവും ഇല്ല. വല്ലതും പറ്റിയോ കുട്ടിക്ക്? ആ വിശ്വനാഥനെ കാറിക്കയറ്റി പോണത് കണ്ടവരുണ്ട്. ഒന്നിനും മടിക്കാത്ത ചെക്കനാവൻ. 2 ദിവസമായി പഠിപ്പിക്കണോടത്തും വന്നിട്ടില്ല. നിന്നോട് വല്ലതും പറഞ്ഞിരുന്നോ ഭരതൻ? ഇല്ല. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല ബാലരാമ. കുളത്തിൽ കുളിക്കാൻ പോവാച്ചാലും 2 തവണ എന്നോട് പറഞ്ഞിട്ടേ അവൻ പോവൂ. എന്റെ ഈശ്വരന്മാരെ, എന്റെ കുട്ടി എവിടെ കാണാവോ പോയേക്കണേ? അച്ഛൻ പെങ്ങൾ ഇങ്ങനെ പരിഭ്രമിച്ചാൽ എങ്ങനെയാ? ചെറിയ കുട്ടിയോ മറ്റോ ആണോ ഭരതേട്ടൻ? നാടൊട്ടുക്കും ആരാധകരുള്ള ഒരാളല്ലേ മൂപ്പര്. വല്ല പ്രസംഗത്തിനോ സപ്താഹം വായനയ്ക്കോ പോയിട്ടുണ്ടാവും. ഏടത്തെ സർക്കാർ സമാനമായിട്ട്.
സരസനിമേഷം വഹസി നയനം അനുരാഗമിവ സ്ഫുടം മാഷേ, എവിടെയായിരുന്നു 2-3 ദിവസം? ഞാൻ വല്ലാണ്ടായിരിക്കണല്ലോ എന്റെ മാഷ. എന്താ പ്രശ്നം? ഒന്നുമില്ല. കുറച്ച് ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. എന്തോ പ്രശ്നമുണ്ട് എന്റെ മാഷിന്. എന്താ തുറന്നു പറയുന്നോട്. ഒരു പ്രശ്നമില്ല. ഞാൻ കീഴ്പള്ളി വരെ ഒന്ന് പോയിരുന്നു. നമ്മുടെ നാരായണൻ നമ്പീശനെ. അന്നും പറയണ കേട്ടല്ലോ ആ പേര്. ആരായാള്? കാലും മുഖവും കഴുകിയിട്ട് ഒന്ന് തൊഴുതുവാ. ഞാനിവിടെ കാത്തിരിക്കാം. ഒന്ന് ചെല്ലെന്റെ ശാരടി. ദേഹം ആശാനം തണുക്കണു. വെള്ളം തൊടാൻ വയ്യ. ആകെപ്പാടെ ഒരു പുറത്ത് നിന്ന് തൊഴുതോളാം ഞാൻ. മാഷേ, അറിഞ്ഞോ മാഷേ, നമ്മുടെ കല്യാണം നിശ്ചയിച്ചു. ഇന്നലെ അച്ഛൻ പെങ്ങള് വന്ന് അങ്ങോട്ട് തീരുമാനിക്കായിരുന്നു. ഈ മാസം 16-ാം തീയതി നടന്നില്ലെങ്കിൽ പിന്നെ 5 വർഷത്തേക്ക് വിവാഹയോഗം കാണില്ല ഭരതന്. എന്നാ അന്ന് തന്നെ നടത്താം. എന്താ ബാലരാമ? എനിക്കൊരു അസൗകര്യമില്ല എടുത്തി. എന്നാ മുഹൂർത്തം കുറിക്കട്ടെ. ഓ ആവാം. വേണ്ട ഗോവിന്ദ മാമേ. എന്താ നീ പറഞ്ഞത്? ഈ കല്യാണം നടക്കില്ല എന്ന്. ഭരത, എന്താ നീ പറയണത്? പാടില്ല. ഇതൊരിക്കലും നടക്കാൻ പാടില്ല. ഒന്ന് നിക്ക. കുറച്ച് ദിവസമായി ആളെ തീ തീറ്റിച്ചോണ്ടുള്ള നിന്റെ ഈ ഒളിച്ചുകളി ഞാൻ ശ്രദ്ധിക്കണു. സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? ഒന്നുമില്ല. എങ്കി ഈ അമ്മ പറയുന്നത് നീ കേൾക്കണം. നിന്റെ കാര്യത്തിൽ അവസാനമായിട്ടൊരു തീരുമാനം എടുക്കാനുള്ള സ്വാതന്ത്ര്യം നീ എനിക്ക് തരണം. തരില്ലേ? നീ തീയതി കുറിക്കുക.